മഴ മാനത്തുകർത്താൽ ആശങ്കയോടെ കഴിഞ്ഞിരുന്ന തീരദേശത്തെ ജനതയ്ക്കാണ് പുനർഗേഹം പദ്ധതിയിലൂടെ സുരക്ഷിത ഭവനമൊരുങ്ങിയത്. മുട്ടത്തറയിൽ 332 വീട് ലഭിച്ചവരും തങ്ങളെ പരിഗണിച്ച സർക്കാരിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. കടലാക്രമണത്തിൽ വീടുകൾ ഒലിച്ചുപോയവർ, ദുരിതാശ്വാസ ക്യാമ്പിൽ വർഷങ്ങളോളം കഴിഞ്ഞവർ, അവരുടെയെല്ലാം അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നമാണ് മുട്ടത്തറയിൽ യാഥാർത്ഥ്യമായത്. 332 വീട് ലഭിച്ചവരും തങ്ങളെ പരിഗണിച്ച സർക്കാരിന് നന്ദി രേഖപ്പെടുത്തുന്നു. 7 വർഷം കൊണ്ട് കടൽ തീരത്ത് കിടന്ന് കഷ്ടപ്പെട്ടതിന് വേണ്ടി ഇന്ന് ഫലമായിട്ട് ദൈവം ഞങ്ങൾക്ക് ഒരു വഴി ഒരുക്കി തന്നു. നന്ദി. UPI സ്കൂളിൽ 5 വർഷം കിടന്നു. ഇപ്പം 2 പേർക്ക് എഴുതി നടക്കാൻ വയ്യ. അങ്ങനെ ഇപ്പം കിട്ടിയ അവിടെ കിടന്ന് മരിക്കണം എന്നുള്ള സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ തരുന്നതിന് വളരെ നന്ദി ഗവൺമെൻറ്, ഇപ്പോൾ ഇടുന്ന ഗവൺമെൻറ്റിന്. വെള്ളത്തിൽ കിടന്ന് മോനെ രാവിലെ ഇത്തിരി കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാൻ നിവർത്തിയില്ല. ആ വീട്ടിൽ കിടന്നിട്ട് ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് വേദന അനുഭവിച്ചാണ് ഞാൻ ഇതിന് എഴുതി കൊടുത്ത് എനിക്ക് കിട്ടുന്നതിന്. ഇപ്പം ഇരിക്കുന്ന ഗവൺമെൻറ്റിന് 70 പ്രാവശ്യം നന്ദി പറഞ്ഞാലും തീരുമില്ല സാറേ. സ്കൂളിലും ക്യാമ്പുകളിലും കിടന്ന് ഇതിന് സർക്കാർ വാടക തന്നെങ്കിൽ ഇന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായ ദിവസം. ഞങ്ങൾ ആ സർക്കാരെ തലയിൽ വെച്ച് ചുമക്കും. നല്ല സർക്കാരാണ്. ഇനിയും മുന്നിലോട്ട് വരട്ടെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു വീടിന് ഭൂമി ഉൾപ്പെടെ 40 ലക്ഷം രൂപയുടെ ചിലവ് വരും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഗുണനിലവാരമുള്ള ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. റോഡും നടപ്പാതയും എല്ലാമുണ്ട് ഫ്ളാറ്റിലേക്ക് വരാൻ. സിറ്റൗട്ടും ഹാളും 2 മുറികളും അടുക്കളയും ശുചിമുറിയും അടങ്ങുന്നതാണ് ഓരോ ഫ്ളാറ്റും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.